ഹലോ ഓൾ, ഹൗ ആർ യു? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ എമേർജിങ് ട്രെൻഡ്സ് ഇൻ മാനേജ്മെൻറ്റ് എന്നുള്ള 4ാമത്തെ സെഷനിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഇതിനു മുമ്പുണ്ടായിരുന്ന 3 സെഷൻസും നിങ്ങൾക്ക് നന്നായി മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റെസ്പോൺസിബിളായിട്ട് ഓരോ സെഷൻസും നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് ഞാനിത് ഓരോന്നും പറയുന്നത്. ഓക്കെ, ചിന്തിച്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വ്യക്തമാക്കാനായിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് ഏറ്റവും നന്നായിട്ട് ഏറ്റവും ഉത്തമമായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യണം. ഓക്കെ, ഇതൊരു നിങ്ങളുടെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും ഇതായിട്ട് നമ്മൾ ഇവിടുന്ന് വീഡിയോസ് അയച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്കത് ആരുടെയും തടസ്സമില്ലാതെ, ആരും നിങ്ങളെ ഇൻട്രപ്റ്റ് ചെയ്യാതെ വളരെ സൈലൻ്റായിട്ട് നിങ്ങൾക്കത് മനസ്സിലാക്കിയെടുക്കാനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റിയും ഞങ്ങൾക്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ, നമ്മൾ വേഗമായിട്ട് അയച്ചു തന്നല്ലോ, ഇത് വായിക്കണമല്ലോ എന്നുള്ള രീതിയിൽ ഇറസ്പോൺസിബിളായിട്ട് നമ്മളിത് വെറുതെ അങ്ങ് വായിക്കുകയാണെങ്കിൽ ഇതുകൊണ്ട് ഒരു ഗുണം നമുക്കുണ്ടാവില്ല. അതേസമയം നമ്മൾ റെസ്പോൺസിബിളായിട്ട് ഇത് ഓരോന്നും വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതുകൊണ്ട് ഗുണമുണ്ടാകും. അത് ഈ ഒരു പഠനത്തിൻ്റെ കാര്യം മാത്രമല്ല, നിങ്ങളുടെ ഓരോ കാര്യവും അങ്ങനെ തന്നെയാണ്. ഏതൊരു കാര്യം നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ അത് നിങ്ങൾക്ക് ഉചിതമായിട്ടുള്ളതാണെങ്കിൽ അതിനെ നമ്മൾ റെസ്പോൺസീവായിട്ട്, നമ്മൾ വളരെ റെസ്പോൺസിബിളായിട്ട് നമ്മളത് മനസ്സിലാക്കിയെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതുകൊണ്ട് നിങ്ങൾക്ക് ഗുണം ഉണ്ടാകും. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മൾ ശ്രദ്ധിച്ചാലേ നമുക്കിനി വളരെ നല്ല സക്സസ് നമുക്ക് ലൈഫിൽ ലീഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലെ, ഏറ്റവും ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മളുടെ വിജയം തന്നെയാണ് വലിയ വിജയങ്ങൾക്ക് നമ്മളെ സഹായിക്കുന്നത്. ഓക്കെ, സോ അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷനോട് കൂടിയിട്ട് നമുക്കിന്ന് നമ്മുടെ ക്ലാസ് തുടങ്ങാം. അപ്പം ഇതുവരെ നമ്മൾ എമർജിങ് ട്രെൻഡ്സ് ഇൻ മാനേജ്മെൻറ്റിൽ 3 സെഷൻസ് കഴിഞ്ഞിരുന്നു. അല്ല, ആദ്യത്തെ സെഷനിൽ നമ്മളുടെ ഈ ഒരു സബ്ജക്റ്റിൽ നമുക്ക് എത്ര മൊഡ്യൂൾ ഉണ്ടെന്ന് പറഞ്ഞു. 3 മൊഡ്യൂളാണ്: സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് ആൻഡ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്നുള്ള 3 ഇത് പറഞ്ഞിരുന്നു. അതിൽ ആദ്യത്തെ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്നുള്ള മൊഡ്യൂളാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തത്. അതിൽ സപ്ലൈ ചെയിൻ എന്നുള്ളൊരു ടെക്നിക്ക്, ഒരു മാർക്കറ്റിംഗ് ടെക്നിക്ക് എങ്ങനെ വന്നു, അത് മാർക്കറ്റിങ്ങിന് 4 പീസിലുള്ള പ്ലേസിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വന്നതാണെന്ന് കണ്ടു. അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് കണ്ടു. പിന്നെ സപ്ലൈ ചെയിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് കണ്ടു. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഡെഫിനേഷൻ എന്താണെന്ന് കണ്ടു. പിന്നെ നമുക്ക് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ ആ ഡെഫിനേഷൻ കഴിഞ്ഞിട്ട് ഈ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൽ എന്തൊക്കെ മാനേജ്മെൻറ്റ് ഉണ്ട്, സപ്ലൈ മാനേജ്മെൻറ്റ്, മെറ്റീരിയൽസ് മാനേജ്മെൻറ്റ്, മാനുഫാക്ചറിങ് മാനേജ്മെൻറ്റ് ആൻഡ് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് എന്നുള്ള 4 മാനേജ്മെൻറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ സെഷൻ 1 കംപ്ലീറ്റ് ചെയ്തിരുന്നു. ഇനി സെഷൻ 2-ൽ നമ്മൾ 2 കാര്യങ്ങളാണ് നോക്കിയിരുന്നത്. ഒന്ന്, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൽ ഫ്ലോസ്, 3 തരത്തിലുള്ള ഫ്ലോസ് ആണ്. അതിൽ ആദ്യത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫിസിക്കൽ ഫ്ലോയിൽ മെറ്റീരിയൽസ്, ഗുഡ്സിൻ്റെ, പ്രോഡക്ട്സിൻ്റെ ഒക്കെ ഫ്ലോ, പിന്നെ ഇൻഫർമേഷൻ ഫ്ലോ, പിന്നെ ഫിനാൻഷ്യൽ ഫ്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ സപ്ലൈ ചെയിൻ കൺസെപ്റ്റ്സിനെ കുറിച്ചാണ് കണ്ടിരുന്നത്. സപ്ലൈ ചെയിൻ കൺസെപ്റ്റ്സ് എന്ന് വെച്ചാൽ സ്പെസിഫിക് ആയിട്ടുള്ള ഐഡിയാസ്, സപ്ലൈ ചെയിൻ ടെക്നിക്ക് ഫോളോ ചെയ്യാനുള്ള ഓരോ ഓർഗനൈസേഷന് സ്പെസിഫിക് ആയിട്ടുള്ള ഐഡിയാസാണ് നമ്മൾ സപ്ലൈ ചെയിൻ കൺസെപ്റ്റ്സ് എന്നുള്ള രീതിയിൽ കണ്ടിരുന്നത്. 4 കൺസെപ്റ്റ്സ് പറഞ്ഞു: സിസ്റ്റംസ് കൺസെപ്റ്റ്, ടോട്ടൽ കോസ്റ്റ് കൺസെപ്റ്റ്, ട്രേഡ് ഓഫ് കൺസെപ്റ്റ് ആൻഡ് സർപ്ലസ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള 4 കൺസെപ്റ്റ് കണ്ടിരുന്നു. പിന്നെ നമ്മളുടെ അത് സെക്കൻഡ് സെഷനിൽ, 3ാമത്തെ സെഷനിൽ നമ്മൾ കണ്ടത് ഒരു എസ്സേ ആണ്. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? മൊത്തം 7 ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ പറഞ്ഞിരുന്നത്. മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ്, റിഡക്ഷൻ ഓഫ് വേസ്റ്റ്, റിഡക്ഷൻ ഓഫ് ടൈം, റിഡക്ഷൻ ഓഫ് കോസ്റ്റ്, പിന്നെ ഫ്ലെക്സിബിലിറ്റി ഇൻ ഓപ്പറേഷൻസ്, പിന്നെ ഇംപ്രൂവിങ് ക്വാളിറ്റി കസ്റ്റമർ സർവീസ്, പിന്നെ ബിൽഡിംഗ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്. അങ്ങനെയുള്ള 7 ഒബ്ജക്റ്റീവ്സാണ് നമ്മൾ സെഷൻ 3-ൽ കണ്ടിരുന്നത്. ഇന്ന് നമ്മുടെ സെഷൻ 4 ആണ്. ഇതിൽ 3 കാര്യങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഒന്ന്, ബെനഫിറ്റ്സ് ഓഫ് സപ്ലൈ ചെയിൻ
മാനേജ്മെൻറ്റ്. പിന്നെ രണ്ടാമത്തത് നമ്മുടെ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഇവോൾവ് ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്ത ഡ്രൈവിംഗ് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്. പിന്നെ മൂന്നാമത്തത് നമ്മുടെ സപ്ലൈ ചെയിൻ്റെ പെർഫോമൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഡ്രൈവിംഗ് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്. ഇതാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ കാണുന്നത്. അല്ല, ആദ്യം നമ്മൾ ബെനഫിറ്റ്സ് ആണ് പറയുന്നത്. ബെനഫിറ്റ്സ് എന്ന് പറയുമ്പോൾ സപ്ലൈ ചെയിൻ ബിസിനസ്സിലുള്ള എല്ലാ പാർട്ടിസിപ്പൻസിനും ഇൻക്ലൂഡിങ് കസ്റ്റമേഴ്സിനും ഈ ബെനഫിറ്റ് ഫോം ചെയ്യുകയാണ്. അല്ല, ആദ്യം പറയുന്ന ഒരു ബെനഫിറ്റ് എന്ന് പറയുന്നത് കോർഡിനേഷൻ ഓഫ് സപ്ലൈ ചെയിൻ ആക്ടിവിറ്റീസ്. നമ്മളുടെ സപ്ലൈ ചെയിനിൽ ഒരുപാട് ഫങ്ഷൻസ് പല ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽ ഓർഗനൈസേഷൻസ് പെർഫോം ചെയ്യുന്നു എന്ന് പറഞ്ഞു. പർച്ചേസിങ്, മാനുഫാക്ചറിങ്, വെയർ ഹൗസിങ്, ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ ഇതെല്ലാം പ്രോപ്പറായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് എല്ലാ പാർട്ടിസിപ്പൻസും സപ്ലൈ ചെയിനിൽ ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും അതിൻ്റെ ബെനിഫിറ്റ്സ് ഉണ്ടാവുന്നു. ഇനി സെക്കൻഡ് വൺ, ഇംപ്രൂവ്ഡ് ക്വാളിറ്റി ഓഫ് കസ്റ്റമർ സർവീസ്. അതായത് എല്ലാ പാർട്ടിസിപ്പൻസും നമ്മുടെ സപ്ലൈ ചെയിൻ ബിസിനസ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, മാക്സിമം നല്ല രീതിയിൽ കസ്റ്റമറിനെ സെർവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് കൊണ്ട് നമ്മുടെ കസ്റ്റമേഴ്സിന് നല്ല ക്വാളിറ്റി സർവീസ് കിട്ടുകയാണ് ചെയ്യുന്നത്. പിന്നെ കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളുടെ സപ്ലൈ ചെയിനിലുള്ള ഓരോ പാർട്ടിസിപ്പൻസും അവരുടെ ഫങ്ഷൻസിൽ എത്ര കണ്ട് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റുമോ അത്ര കണ്ട് കോസ്റ്റ് കുറയ്ക്കാൻ ശ്രമിക്കുക. ഇതുകൊണ്ട് ആ പാർട്ടിസിപ്പൻസിന് എല്ലാവർക്കും ഗുണമാണ് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ കോസ്റ്റ് റിഡക്ഷൻ ഉണ്ടാകുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും എന്താണ്, പ്രോഫിറ്റബിലിറ്റി മാക്സിമൈസ് ചെയ്യപ്പെടുകയാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് എത്രമാത്രം സർപ്ലസ് കിട്ടും എന്നുള്ളത് നമ്മൾ ശ്രമിക്കുകയാണ്. ആഡ് ഓൺ ആയിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാം എന്നുള്ളതും കൂടി നമ്മളവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ മാക്സിമം പ്രോഫിറ്റബിലിറ്റി ഉണ്ടാക്കിക്കൊണ്ട് നമ്മളുടെ പാർട്ടിസിപ്പൻസിന് എല്ലാവർക്കും അതിനുള്ള ബെനിഫിറ്റ് ഉണ്ടാക്കി കൊടുക്കുക. അതാണ് മാക്സിമൈസിങ് സപ്ലൈ ചെയിൻ പ്രോഫിറ്റബിലിറ്റി. പിന്നെ അഞ്ചാമത് വരുന്നത് മിനിമൈസസ് അൺസർട്ടനിറ്റി. സംഭവ്യമല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ സപ്ലൈ ചെയിനിൽ പ്രോപ്പറായിട്ടുള്ള ഫോർകാസ്റ്റിങ്ങിലൂടെയും നല്ല റിലേഷൻസ് അതുപോലെ തന്നെ നല്ല പ്രൊഡക്ഷൻ പ്ലാനിങ്ങിലൂടെയും നമുക്ക് ഒരുപാട് സംഭവ്യമല്ലാത്തത് സംഭവ്യമാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു. ഇത് നമ്മൾ സപ്ലൈ ചെയിനിലെ എല്ലാ പാർട്ടിസിപ്പൻസിനെയും സപ്പോർട്ട് ചെയ്യുന്നതാണ്, ബെനിഫിറ്റ് ചെയ്യുന്നതാണ്. അൺസർട്ടൺ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഗ്ലോബലൈസേഷനിലാണ്. അപ്പം ഞാൻ മാനുഫാക്ചർ ഇന്ത്യയിലാണെങ്കിൽ എൻ്റെ സപ്ലയർ ചിലപ്പോൾ അമേരിക്കയിലോ UK ഉണ്ടാവാം, എൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ ചിലപ്പോൾ ഓസ്ട്രേലിയ ആയിരിക്കാം. ഇവരൊക്കെ പ്രോപ്പറായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നത് IT മുന്നേ അൺസർട്ടൺ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ IT റെവല്യൂഷൻ വന്നപ്പോൾ അതൊക്കെ സർട്ടൺ ആക്കി. അതൊക്കെ പ്രോപ്പറായിട്ടുള്ള ഒരു പ്ലാനിങ്ങിലൂടെ നമുക്ക് വളരെ ഫാസ്റ്റായിട്ടും വളരെ സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഇതൊക്കെയാണ് നമ്മുടെ ബെനിഫിറ്റ്സിൽ വരുന്നത്. ഇനിയും ബെനിഫിറ്റ്സ് ഉണ്ട് അടുത്ത സെഷനിൽ, അടുത്ത സ്ലൈഡിൽ. ഓക്കെ, ഇനി നെക്സ്റ്റ്, റെഡ്യൂസിങ് ദ നമ്പർ ഓഫ് സ്റ്റേജസ്. Forward or backward integration helps to reduce the number of parties involved in the process. ഇപ്പോൾ നമ്മുടെ സപ്ലൈ ചെയിൻ എന്നുള്ള പ്രോസസ്സിൽ നമുക്ക് ഫോർവേഡ് ഇൻ്റഗ്രേഷൻ അല്ലെങ്കിൽ ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷൻ സംഭവ്യമാണ്. എന്താണ് ഫോർവേഡ് ഇൻ്റഗ്രേഷൻ, ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷൻ? ഏകോപിപ്പിക്കുക. ഇൻ്റഗ്രേഷൻ മീൻസ് ഏകോപനം. അതായത് ഏകോപിപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർവേഡ് ഇൻ്റഗ്രേഷൻ, ഇപ്പോൾ സപ്ലയറിൽ നിന്ന് റോ മെറ്റീരിയൽസ്, മാനുഫാക്ചറിൽ നിന്ന് പ്രോഡക്ട്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആ പ്രോഡക്ട്സ് വാങ്ങിച്ച് റീറ്റെയിലർ കൊടുത്തു, റീറ്റെയിലർ കസ്റ്റമറിന് കൊടുക്കുന്നു, അല്ലേ? അപ്പോൾ അവിടെ ഫോർവേഡ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളുടെ സപ്പോസ് ഈ മാനുഫാക്ചർ തന്നെ ഹോൾസെയിലർ റീറ്റെയിലറുടെ ഒരു ഫങ്ഷൻ ഫോം ചെയ്യുകയാണെങ്കിൽ അത് ഫോർവേഡ് ഇൻ്റഗ്രേഷനാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, സപ്ലയർ റോ മെറ്റീരിയൽസ് കൊടുത്തു, മാനുഫാക്ചർ പ്രൊഡ്യൂസ് ചെയ്തു, ആളിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, കസ്റ്റമറുടെ കയ്യിലെത്തിച്ചു. ഇനി ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പറയുന്ന നമ്മളുടെ റീറ്റെയിലർ സപ്പോസ് എന്തെങ്കിലും ഡിഫോൾട്ടായിട്ടുള്ള പ്രോഡക്ട്സ് കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്തു, അത് നമ്മൾ എന്ത് ചെയ്തു, റീറ്റെയിലർ തന്നെ ഹോൾസെയിലറുടെ സഹായമില്ലാതെ നേരിട്ട് മാനുഫാക്ചർ എത്തിക്കുക, അത് ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷൻ. സോ ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഈ റിഡക്ഷനൊക്കെയും നമ്മളുടെ സപ്ലൈ ചെയിന് ഗുണം നൽകുന്നതാണ്. ഓക്കെ, സോ അങ്ങനെ റെഡ്യൂസിങ് ദ നമ്പർ ഓഫ് സ്റ്റേജസ് ഒരു ബെനിഫിറ്റാണ്. പിന്നെ റെഡ്യൂസിങ് ഓർഡർ ടു ഡെലിവറി ടൈം. നമ്മളുടെ കസ്റ്റമർ ഓർഡർ ചെയ്യുന്ന സമയവും ആ ഓർഡർ ചെയ്ത പ്രോഡക്ട്സ് കസ്റ്റമറിന് നമ്മൾ എത്തിച്ചു കൊടുക്കുന്ന ആ ഡെലിവറി ടൈം, ഇത് തമ്മിൽ നമ്മൾ റെഡ്യൂസ് ചെയ്യുക. ഓക്കെ,
ഏറ്റവും എളുപ്പത്തിൽ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ അത് മെഗെയിൻ എന്താണ്, അത് കസ്റ്റമറിനെ ബെനിഫിറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ബെറ്റർ പ്ലാനിങ് ആൻഡ് ഫോർകാസ്റ്റിംഗ് ടെക്നിക്സ്, പ്രൊഡക്ഷൻ ഷെഡ്യൂളിംഗ് and fast transportation helps to reduce the time required for responding the order. ഇപ്പം ഒരുപക്ഷെ നിങ്ങളെല്ലാവരും, ഞാനടക്കം, നമ്മൾ പലപ്പോഴായിട്ട് ഇപ്പോൾ ഓൺലൈൻ പർച്ചേസിങ് ചെയ്യാത്തവർ വളരെ ചുരുക്കമാണ് അല്ലേ. ഒരുവിധം എല്ലാവരും തന്നെ ഓൺലൈൻ പർച്ചേസിങ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇന്നാൾ എൻ്റെ ഒരു ഫ്രണ്ട് പറയുകയുണ്ടായി, ഇവൻ നെക്സ്റ്റ് ജനറേഷനിൽ ഇപ്പോഴത്തെ ചെറിയ കുട്ടികൾ വരെ അതിന് യൂസ്ഡായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ആ ഫ്രണ്ടിൻ്റെ സിസ്റ്ററുടെ കുട്ടികൾ സ്കൂൾസിൽ ഇപ്പോൾ 7th അതുപോലെ 6th പഠിക്കുന്ന കുട്ടികളാണ്. അപ്പം അവർ സാധാരണ ഇപ്പം പാരൻസിൻ്റെ മൊബൈലൊക്കെ എടുത്തിട്ട് കുട്ടികൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ അവരെന്ത് ചെയ്യിച്ചു കഴിഞ്ഞാൽ അവരുടെ അമ്മയുടെ ഫോണൊക്കെ എടുത്തിട്ട് ഓൺലൈനിൽ ഫ്ലിപ്കാർട്ടിലും അതുപോലെ തന്നെ ആമസോണിലൊക്കെ പോയിട്ട് അവർക്ക് ആവശ്യമുള്ള ടോയ്സും അതുപോലെ തന്നെ ഈവൻ സ്കൂൾസിലേക്ക് കൊണ്ടുപോകേണ്ട ജോമെട്രിക് ബോക്സും ഇതൊക്കെ അവർ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാറുണ്ടെന്ന് പറയും. അവരൊക്കെ അത് ഡെലിവറി ഓർഡർ കൊടുത്തു കഴിഞ്ഞിട്ട് ഡെലിവറി ക്യാഷ് ഓൺ ഡെലിവറി ആയിരിക്കും മിക്കവാറും. അപ്പോൾ സംഗതി വീട്ടിലെത്തി കഴിയുമ്പോഴാണ് പാരൻസ് അറിയുന്നത് ഇവർ ഓർഡർ ചെയ്ത കാര്യം. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പം നമ്മളുടെ ഈ ഫാസ്റ്റ്ലി മൂവിങ് ഈ സ്വിഗ്ഗി പോലത്തെ ഫുഡ് സപ്ലൈസിൽ ഈവൻ കുട്ടികൾ വരെ ഇൻവോൾവ് ആണ്. നാളെ എൻ്റെ ഒരു കൊളീഗ് പറയുണ്ടായി, ലൈക്ക് വീട്ടിൽ സ്കൂൾ വിട്ട് വന്ന കുട്ടികൾ കഴിക്കാനൊന്നും ഇല്ലയെന്ന് കണ്ടപ്പോൾ മുത്തശ്ശൻ്റെ ഫോൺ എടുത്തിട്ട് മുത്തശ്ശൻ അറിയാതെ തന്നെ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്തു. സോ ഓർഡർ എത്തിക്കഴിയുമ്പോഴാണ് മുത്തശ്ശൻ അറിയുന്നത്. ക്യാഷ് ഓൺ ഡെലിവറിയാണ്. ഓക്കെ, സോ ഇങ്ങനെയൊക്കെ നമ്മളുടെ ഒരു ക്വിക്കായിട്ട്, അപ്പോൾ ക്വിക്കായിട്ട് ഡെലിവറി. ഇപ്പോൾ ചിലപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, ചിലപ്പോൾ ഓൺലൈനിൽ നമ്മൾ എന്തെങ്കിലും ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ അവർ മെൻഷൻ ചെയ്യും ഇത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് ഈ സംഭവം കിട്ടും എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ചിലപ്പോൾ ഒരു 1 വീക്കൊക്കെ ആയിരിക്കാം. പക്ഷേ നമ്മളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ 1 വീക്കിൽ എത്തുമല്ലോ, ഇന്ന ഡേറ്റിൽ എത്തുമല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ 2-3 ഡേയ്സിൽ എത്തുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സപ്ലൈ ചെയിനിൽ ഇൻവോൾവ് ആയിട്ടുള്ളവരെ വെൽ പ്ലാൻഡ് ആയിട്ട് ആ ഓർഡർ ചെയ്ത ടൈമും ഡെലിവറി ചെയ്ത ടൈമും തമ്മിൽ റെഡ്യൂസ് ചെയ്തിട്ടാണ് അത്തരത്തിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കൊണ്ടുതരുന്നത്. ഓക്കെ, ചിലപ്പോൾ അത് കൂടാറുണ്ട്, എന്തെങ്കിലും ഡിഫോൾട്ട്സ് വന്നിട്ട് അങ്ങനെ അത് കൂടാറുണ്ട്. അത് എക്സെപ്ഷണൽ കേസാണ്. ഓക്കെ, പിന്നെ വരുന്നതാണ് ഫോർകാസ്റ്റിംഗ് ആൻഡ് മാനേജിങ് ദ ഡിമാൻഡ്. നമ്മുടെ സപ്ലൈ ചെയിൻ ബിസിനസ്സിൽ നമ്മളുടെ കസ്റ്റമേഴ്സിൽ നിന്നുണ്ടാകുന്ന ഡിമാൻഡ് അത് ഫോർകാസ്റ്റ് ചെയ്യാനും അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനും നമുക്ക് പറ്റുന്നതാണ്. അതും ഒരു ബെനിഫിറ്റാണ്. അക്യുറേറ്റ് ഫോർകാസ്റ്റ് എനേബിൾസ് ദ മാനുഫാക്ചറർ ടു പ്രൊഡ്യൂസ് ആൻഡ് സ്റ്റോക്ക് സഫീഷ്യൻറ്റ് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ടു മീറ്റ് ദ ഡിമാൻഡ് വിത്തൗട്ട് എനി ഡിലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ സപ്ലൈ ചെയിൻ ബിസിനസ്സിലും സാധാരണ ബിസിനസ്സിനെ പോലെ നമ്മുടെ പ്രോഡക്ട്സിൻ്റെ ഡിമാൻഡ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കി മാനുഫാക്ചറർ അതനുസരിച്ച് പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്ത് സ്റ്റോക്ക് ചെയ്ത് കറക്റ്റായിട്ട് ആ ഡിമാൻഡ് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇംപ്രൂവിങ് ഫ്ലെക്സിബിലിറ്റി. നമ്മൾ ഫ്ലെക്സിബിലിറ്റിയെക്കുറിച്ച് നേരത്തെ പറഞ്ഞിരുന്നു. എത്ര കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാം, എത്ര കുറവ് പ്രൊഡ്യൂസ് ചെയ്യാം. ആൻഡ് എഫിഷ്യൻറ്റ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ക്യാൻ ഈസിലി അഡാപ്റ്റ് ടു ചേഞ്ചസ് ഇൻ മാർക്കറ്റ് കണ്ടീഷൻസ്. അതുപോലെ തന്നെ ഈ ഫ്ലെക്സിബിലിറ്റിയിൽ നമുക്ക് വേറൊരു കാര്യം കൂടി വരുന്നുണ്ട്, കസ്റ്റമൈസേഷൻ ഓഫ് ദ പ്രോഡക്റ്റ്. കസ്റ്റമേഴ്സിൻ്റെ ട്രെൻഡ് അനുസരിച്ച് നമുക്ക് എന്തൊക്കെ അതിൻ്റെ പാക്കേജിങ്ങിൽ, ഷേപ്പിൽ, അല്ലേ, അതിൻ്റെ ടേസ്റ്റിൽ, അതിൻ്റെ ഫ്ലേവറിലൊക്കെ മാറ്റം വരുത്താൻ പറ്റും. അത് നമ്മളുടെ ഫ്ലെക്സിബിലിറ്റിയുടെ ഭാഗമാണ്. അത് ഓരോ കസ്റ്റമറിൻ്റെ ട്രെൻഡ് അനുസരിച്ച് നമുക്ക് എങ്ങനെയൊക്കെ മാറാം എന്നുള്ളതും നമ്മളുടെ സപ്ലൈ ചെയിൻ ബിസിനസ്സിലുള്ള ഒരു ബെനിഫിറ്റാണ്. പിന്നെ ലാസ്റ്റ് വൺ, ഇംപ്രൂവിങ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. നമ്മൾ എത്ര ഇഫക്റ്റീവായിട്ടാണ് സപ്ലൈ ചെയിൻ ബിസിനസ് നടത്തുന്നത് അതനുസരിച്ച് നമ്മുടെ കോമ്പറ്റീറ്റീവായിട്ടുള്ള സ്ട്രെങ്ത്ത്, ഹെൽത്തി കോമ്പറ്റീഷൻ കൂടുക ചെയ്യുന്നത്. അപ്പം നമ്മൾ ശരിക്കും നമ്മളുടെ ആ ബിസിനസ്സിൽ നമ്മളെപ്പോലെ തന്നെ ബിസിനസ് ചെയ്യുന്ന മറ്റുള്ള ബിസിനസ് ആൾക്കാരിൽ നിന്നും മുന്നോട്ട് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുന്നവരെയാണ് നമ്മൾ പയനിയേഴ്സ് എന്ന് പറയുന്നത്, അല്ലേ. ഇപ്പോൾ ഒരേ ഇൻഡസ്ട്രിയിലുള്ള പല ബിസിനസ്മാൻ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഇപ്പോൾ തൃശ്ശൂർ എടുത്ത് നോക്കുകയാണെങ്കിൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, ചെറുതും വലുതുമായിട്ടുള്ള, അല്ലേ. പക്ഷെ അതിൽ ഇപ്പോൾ നമുക്ക് റെപ്യൂട്ടേഷനുള്ള ഇത് പറയുകയാണെങ്കിൽ ഇപ്പോൾ ജയലക്ഷ്മിയും കല്യാൺ സിൽക്സൊക്കെ ഉണ്ട്, അല്ലേ. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, വളരെ ഹെൽത്തി ആയിട്ട് അവരുടെ കോമ്പറ്റീറ്റീവ് സ്ട്രെങ്ത്ത് കൂട്ടുമ്പോൾ ആ ഇൻഡസ്ട്രിയിൽ ലീഡ് ചെയ്യുന്ന എല്ലാ ഇൻഡസ്ട്രീസിനെയും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു അവിഭാജ്യ ഘടകമായി, അതാണ് പയനിയേഴ്സ് എന്ന് പറയുന്നത്, ആ രീതിയിലേക്ക് മാറുക ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് നമ്മുടെ ബിസിനസ്സിന് ഒരുപാട് ഈ സപ്ലൈ ചെയിൻ ബിസിനസ് നൽകുന്നുണ്ട്.
അതാണ് ഇംപ്രൂവിങ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. സോ നമ്മളുടെ സപ്ലൈ ചെയിൻ ബിസിനസ്സിൽ നമുക്ക് ഏകദേശം 10 ബെനഫിറ്റ്സ് ആണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ്, അപ്പോൾ ഈ ബെനിഫിറ്റ്സ് ഒക്കെ ചിലപ്പോൾ 4 മാർക്കിന് ചോദിക്കാം. ഇനി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ഫാക്ടേഴ്സ് ഡ്രൈവിംഗ് എവല്യൂഷൻ ഓഫ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. നമ്മൾ പറഞ്ഞു സപ്ലൈ ചെയിൻ ബിസിനസ് അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് മാർക്കറ്റിങ്ങിൽ നിന്നും ഡിറൈവ് ചെയ്തിട്ടുള്ള ഒരു ടെക്നിക്കാണ്, ഒരു മോഡേൺ ടെക്നിക്കാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ടെക്നിക്ക് ഇത് ഇങ്ങനെ നമുക്ക് ഉരുത്തിരിഞ്ഞ് വരാനുള്ള എന്തൊക്കെ ഡ്രൈവിംഗ് ഫാക്ടേഴ്സാണ് അതിനെ സപ്പോർട്ട് ചെയ്തത്? നമ്മൾ പറഞ്ഞു വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള അഫെയേഴ്സ് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ഒരുപാട് എക്സ്പേർട്സ് നമ്മളുടെ മാർക്കറ്റിംഗ് ഫീൽഡിൽ അതുപോലെ ഓരോ ഫങ്ഷണൽ ഏരിയാസിലും പല ഡിഫറെൻറ്റ് ബിസിനസ് ടെക്നിക്സ് ഫോം ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ ഫോം ചെയ്ത ഒരു ടെക്നിക്കാണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. ഈ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഇങ്ങനെയൊരു ടെക്നിക്കായി മാറി വരാൻ എന്തൊക്കെ ഫോഴ്സസ് അല്ലെ എന്തൊക്കെ ഡ്രൈവിംഗ് ഫോഴ്സസ് ആണ് സഹായമായിട്ടുള്ളത്? അതായത് സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത് നമ്മളുടെ 4 പീസിലായിട്ടുള്ള പ്ലേസിൽ നിന്ന് ഡിറൈവ് ചെയ്തതാണെന്ന് പറഞ്ഞു. സോ അതിൽ നിന്നും ഇവോൾവ് ചെയ്ത് വരാനായിട്ട് എന്തൊക്കെ ഡ്രൈവിംഗ് ഫോഴ്സസ് സപ്പോർട്ടിംഗ് ഫോഴ്സസ് ആണ് ഉണ്ടായത്? അതിനെക്കുറിച്ചുള്ള ഒരു എസ്സേ ആണ്. ഓക്കെ, സോ നോക്കൂ, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് വാസ് ഡെവലപ്ഡ് ആസ് എ സൊല്യൂഷൻ ടു ദ ചാലഞ്ചസ് ഫേസ്ഡ് ബൈ ബിസിനസ്മെൻ ഇൻ ദ ഫീൽഡ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അല്ലേ, മിക്കവാറും നമ്മളുടെ പ്രൊഡക്ഷൻ്റെയും ഡിസ്ട്രിബ്യൂഷനിലും അവർ ഫേസ് ചെയ്തിട്ടുള്ളതായിട്ടുള്ള ഒരുപാട് ചാലഞ്ചസിൻ്റെ സൊല്യൂഷനായിട്ടാണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഫോം ചെയ്തത്. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് കൺസിസ്റ്റ് ഓഫ് സെവറൽ ഫേംസ് വർക്കിംഗ് ടുഗദർ ബൈ എസ്റ്റാബ്ലിഷിംഗ് സ്ട്രാറ്റജിക് റിലേഷൻഷിപ്സ് ടു അച്ചീവ് ഇംപ്രൂവ്ഡ് ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി. പല ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ഒത്തൊരുമിച്ച് കൊണ്ട് നല്ല ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പ്ലാനോട് കൂടിയിട്ടുള്ള റിലേഷൻഷിപ്പ് ഫോം ചെയ്ത് അവരെല്ലാവരും കോർഡിനേറ്റ് ചെയ്ത് അവരുടെ ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇതാണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് വരുന്നത്. സോ ഇങ്ങനെയൊക്കെ കൂട്ടി നമുക്ക് ഒരു പുതിയ സംരംഭമായി മാറാൻ എന്തൊക്കെയാണ് അവർ ഫോഴ്സ് ചെയ്തത്? ആ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? The following are the factors that contribute to the evolution and development of supply chain management. അതിൽ ആദ്യം വരുന്നത് നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്നൊരു കാര്യമാണ് ഡിമാൻഡ് ഓഫ് ദ കസ്റ്റമേഴ്സ്. ഇപ്പോഴത്തെ കസ്റ്റമേഴ്സിന് ഡിമാൻഡ് എന്ന് വെച്ചാൽ വെരി ഫാസ്റ്റാണ്, ടൈമിന് ഭയങ്കര റെലവൻസ് ഉള്ളതാണ് ഇപ്പോഴത്തെ ഡിമാൻഡ്. എന്തെങ്കിലും ഒരു കാര്യം ഓർഡർ ചെയ്ത് വല്ലപ്പോഴും കിട്ടിയാൽ മതി എന്നുള്ള ചിന്താഗതി എല്ലാ കസ്റ്റമേഴ്സിനുള്ളത്. അവർക്ക് ഇത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ കിട്ടണം എന്നുള്ളതാണ്. So the present day customers are more informed and demanding in nature. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ IT-യുടെ ഡെവലപ്മെൻറ്റോട് കൂടിയിട്ട് കസ്റ്റമേഴ്സ് എല്ലാം വളരെ കോൺഷ്യസ് ആയിട്ടുള്ള കസ്റ്റമേഴ്സാണ്. എന്ത് കാര്യം എന്ത് വിവരം അപ്പം തന്നെ അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ ആ രീതിയിൽ കോൺഷ്യസ് ആയതുകൊണ്ട് അവരുടെ ഡിമാൻഡിങ് നേച്ചർ മാറിയിട്ടുണ്ട്. They possess complete informations relating to product quality. നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല, അവർക്ക് തന്നെ അതറിയാം. ക്വാളിറ്റി മാത്രമല്ല, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, അതിൻ്റെ പ്രൈസ് എങ്ങനെയാണ്, അതിൻ്റെ ഓൾട്ടർനേറ്റീവ്സ് എന്തൊക്കെയാണ് അവൈലബിൾ, ഇതെല്ലാം അവർക്ക് കൃത്യമായിട്ട് അറിയാം. കൺസ്യൂമേഴ്സ് ആർ നോ ലോങ്ങർ സാറ്റിസ്ഫൈഡ് വിത്ത് ദ പ്രോഡക്ട്സ് ഓഫേർഡ് ബൈ ദ മാനുഫാക്ചറേഴ്സ് അറ്റ് ദ പ്രൈസ് ഫിക്സ്ഡ് ബൈ ദം. ഇപ്പം പണ്ടത്തെ പോലെ ഒരു ഫിക്സഡ് പ്രൈസിൽ മാനുഫാക്ചർ എന്താണോ കൊടുക്കുന്നത് അത് കസ്റ്റമർ വാങ്ങി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു അവസ്ഥയല്ല ഇപ്പം. ഇൻസ്റ്റഡ് ദേ ഡിമാൻഡ് പ്രോഡക്ട്സ് വിത്ത് ഇംപ്രൂവ്ഡ് ഡിസൈൻ. ഞങ്ങൾക്ക് ഇന്ന രീതിയിൽ ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രോഡക്റ്റ്സാണ് വേണ്ടതെന്നുള്ളത് കസ്റ്റമേഴ്സ് ഇപ്പോൾ ഡിമാൻഡ് ചെയ്യാണ്. ഇൻസ്റ്റഡ് ദേ ഡിമാൻഡ് പ്രോഡക്ട്സ് വിത്ത് ഇംപ്രൂവ്ഡ് ഡിസൈൻ, ഫീച്ചേഴ്സ് ആൻഡ് വാല്യൂസ്. So firms have adopted supply chain management as a tool to respond the need of modern customers. So സപ്ലൈ ചെയിൻ പണ്ടത്തെ മോഡേൺ ബിസിനസ്സിൽ ഇങ്ങനെ നമ്മുടെ ഇപ്പോഴത്തെ കസ്റ്റമേഴ്സിൻ്റെ ഈ രീതിയിലുള്ള ഡിമാൻഡിനെ അവർക്ക് അതുകൊണ്ട് അവരുടെ മോഡേൺ ബിസിനസ് കൺസെപ്റ്റ്സ് കൊണ്ട് ഫോളോ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആ മോഡേൺ കസ്റ്റമറിൻ്റെ ഡിമാൻഡിനെ പ്രോപ്പറായിട്ട്
അതിന് റെസ്പോണ്ട് ചെയ്യാനായിട്ട് നമ്മളുടെ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റാണ് സഹായമായത്. അപ്പം സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്നുള്ളൊരു ബിസിനസ് കൺസെപ്റ്റ് ഫോം ചെയ്യാനായിട്ട് ഫോഴ്സ് ചെയ്ത ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ മോഡേൺ ബിസിനസ് വേൾഡിലുള്ള കസ്റ്റമേഴ്സിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഡിമാൻഡിങ് ആണ്. ഓക്കെ, അതൊരു ഡ്രൈവിംഗ് ഫോഴ്സ് ഫാക്ടറാണ്. ഇനി നെക്സ്റ്റ് ഫാക്ടർ എന്താണ്? ഇൻഫർമേഷൻ ടെക്നോളജി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പണ്ടത്തെ പോലെയല്ല, കസ്റ്റമേഴ്സിന് ഈ ലോകത്തുള്ള ഏത് പ്രോഡക്ട്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് എപ്പോൾ വേണമെങ്കിലും ആക്സസ് ചെയ്യാനുള്ള capability ഉണ്ട്. Information technology revolutionized the field of business. The applications of IT enables the firm to transfer information quickly and respond very fastly. ലോകത്ത് എന്ത് കാര്യം എപ്പോൾ സംഭവിച്ചു കഴിഞ്ഞാലും അപ്പോൾ തന്നെ വിത്തിൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം അത് ലോകമെമ്പാടും എത്തിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മളുടെ IT സംഭവ്യമാക്കിയിട്ടുണ്ട്. അപ്പോൾ അത്ര ഫാസ്റ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടുന്നതുകൊണ്ട് കസ്റ്റമേഴ്സ് വളരെ കോൺഷ്യസ് ആണ്. എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്, ERP, total assets visibility, TAV, velocity management, VM have improved the efficiency of supply chain management. അപ്പം ഇങ്ങനെ IT റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഈ എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്. ഞാൻ ഒരു മാനുഫാക്ചറാണ്, ചിലപ്പോൾ എൻ്റെ സപ്ലയർ എൻ്റെ നാട്ടിൽ തന്നെ ഉണ്ടാവണമെന്നില്ല, വേറെ ഏതെങ്കിലും ഫോറിൻ കൺട്രീസിലായിരിക്കാം. സോ ഞങ്ങൾ തമ്മിൽ പ്രോപ്പർ കോർഡിനേഷൻ IT വഴി ഉണ്ടാവുന്നു. അതാണ് എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്. എനിക്ക് ഒരു ഫോറിൻ സപ്ലയറെ കണ്ടെത്തി ആ ഫോറിൻ സപ്ലയറായിട്ടുള്ള റിലേഷൻഷിപ്പ് ഫോം ചെയ്യുക. ടോട്ടൽ അസറ്റ് വിസിബിലിറ്റി. അങ്ങനെ ഞാനും ഇന്ത്യയിലുള്ള മാനുഫാക്ചറായിട്ടുള്ള ഞാനും ഫോറിൻ കൺട്രിയിലുള്ള സപ്ലയറായിട്ടുള്ള എൻ്റെ എന്താ പറയുക, എൻ്റെ പാർട്ടിസിപ്പൻറ്റ്, എൻ്റെ കൊളീഗ് ആയിട്ടുള്ള ഒരു സപ്ലയറും അവർ തമ്മിലുള്ള കോർഡിനേറ്റിംഗ് ആക്ടിവിറ്റീസിൽ നമ്മൾ തമ്മിലുള്ള എന്തൊക്കെയാണ് ട്രാൻസാക്ഷൻസ്, അതിൻ്റെ ആ ടോട്ടൽ അസറ്റ് വിസിബിലിറ്റി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഓപ്പണായി കാണാവുന്നതാണ്. അതിനാണ് TAV. പിന്നെ വെലോസിറ്റി മാനേജ്മെൻറ്റ്, വളരെ ഫാസ്റ്റായിട്ട് ഇൻഫർമേഷൻസ് എനിക്കും ആൾക്ക് വിട്ടുകൊടുക്കാനുള്ള ഫെസിലിറ്റി. ഇതെല്ലാം ഈ പറയുന്ന സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിനെ വളരെ എഫിഷ്യൻ്റായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. അതാണ് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറഞ്ഞ ഒരു ഡ്രൈവിംഗ് ഫാക്ടർ. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടത് കസ്റ്റമേഴ്സിൻ്റെ ഇപ്പോഴത്തെ ഡിമാൻഡിങ് ഫാക്ടർ, പിന്നെ രണ്ടാമത്തത് കണ്ടത് നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജി. പിന്നെ നെക്സ്റ്റ് വരുന്നത് റെസ്പോൺസീവ് ടൈപ്പ് ഓഫ് ബിസിനസ്. നമ്മൾ ആദ്യത്തെ മൊഡ്യൂളാണെന്ന് തോന്നുന്നു അല്ലേ, നമ്മളൊരു കാര്യം മാനുഫാക്ചറെ കുറിച്ച് പറഞ്ഞിരുന്നു. അതായത് മാനുഫാക്ചറിങ് മാനേജ്മെൻറ്റിൽ സപ്ലൈ മാനേജ്മെൻറ്റ്, മെറ്റീരിയൽസ് മാനേജ്മെൻറ്റ്, മാനുഫാക്ചറിങ് മാനേജ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ മാനുഫാക്ചറിങ് രണ്ട് രീതിയിലാണ്. ഒന്ന്, നമുക്ക് ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്തിട്ട് അതനുസരിച്ച് മാനുഫാക്ചർ ചെയ്യാം. രണ്ട്, നമ്മളുടെ കസ്റ്റമറിൻ്റെ ഡിമാൻഡ് അനുസരിച്ച് മാനുഫാക്ചർ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ റെസ്പോൺസീവ് ടൈപ്പ് ഓഫ് ബിസിനസ് എന്ന് പറയുന്നത് ആ രീതിയിലാണ്. കസ്റ്റമർ എത്ര ഡിമാൻഡ് തരുന്നു, ആ ഡിമാൻഡ് കിട്ടിയിട്ട് അതനുസരിച്ച് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് വലിയ ലോസ് വരുന്നില്ല. സോ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ചേഞ്ച് ദ ആൻറ്റിസിപ്പേറ്ററി. അപ്പോൾ ആൻറ്റിസിപ്പേറ്ററി ടൈപ്പ് ഓഫ് പ്രൊഡക്ഷനാണ് എന്തെന്ന് പറയുന്നത്, ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. പക്ഷേ റെസ്പോൺസീവ് ടൈപ്പ് എന്ന് വെച്ചാൽ എന്താണ്, കസ്റ്റമർ എത്ര ഓർഡർ ചെയ്തു ആ റെസ്പോൺസ് അനുസരിച്ച് നമ്മൾ പ്രൊഡക്ഷൻ നടത്താം വളരെ ഫാസ്റ്റായിട്ട്. ഓക്കെ, അപ്പോൾ ഡിലേ വരില്ല. സോ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ത് ചെയ്തു, ഇറ്റ് ചേഞ്ച്ഡ് ദ ആൻറ്റിസിപ്പേറ്ററി ടൈപ്പ് ഓഫ് റെസ്പോൺസീവ് ടൈപ്പ് ഓഫ് ബിസിനസ്. പണ്ടൊക്കെ എല്ലാവരും ആ ഒരു ടൈപ്പ് ഓഫ് ബിസിനസ്സാണ് ഫോളോ ചെയ്തിരുന്നത്, ആൻറ്റിസിപ്പേറ്ററി. നമ്മൾ ഫ്യൂച്ചർ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്തിട്ട് അതനുസരിച്ച് പ്രൊഡ്യൂസ് ചെയ്യുക. പക്ഷേ നമ്മുടെ സപ്ലൈ ചെയിൻ എന്ത് ചെയ്തു, അത് മാറ്റി. Under the traditional anticipated type of business, firms manufacture products on the basis of forecast and distributors stocked them in anticipation of the customer's demand. അതായത് എത്ര കണ്ട് ഡിമാൻഡ് ഉണ്ടാവും എന്നുള്ള ഫോർകാസ്റ്റ് ചെയ്ത് അതനുസരിച്ച് പ്രൊഡ്യൂസ് ചെയ്തത് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ത് ചെയ്യുന്നു, സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നു. ഓക്കെ, അതാണ് ആൻറ്റിസിപ്പേറ്ററി ടൈപ്പ് ഓഫ് ബിസിനസ് എന്ന് പറയുന്നത്. ദർ വാസ് എ മിസ്മാച്ച് ബിറ്റ്വീൻ ദ ഡിമാൻഡ് ആൻഡ് ദ പ്രൊഡക്ഷൻ. അപ്പോൾ ഇവിടെ പലപ്പോഴും ഒരുപാട് മിസ്മാച്ച് സംഭവിച്ചു. ഡിമാൻഡ് പിന്നീട് യഥാർത്ഥത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് വെക്കുന്നത് വളരെ കൂടുതലായിട്ട് കാണപ്പെട്ടു. Under the responsive type, information passes quickly and products are manufactured or assembled in response to the customer's order. കസ്റ്റമർ ഓർഡർ കിട്ടുമ്പോഴാണ് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ സപ്പോസ് പ്രോഡക്റ്റ് നമ്മൾ അസംബിൾ ചെയ്യുന്നത്. അതിലാണ് നമ്മുടെ സപ്ലൈ ചെയിന് കുറേ കൂടി കോസ്റ്റ് റിഡക്ഷൻ ഉണ്ടാവുകയും
കുറേ കൂടി ഇഫക്റ്റീവായിട്ട് ഫോം ചെയ്യുകയും ചെയ്തത്. അപ്പോൾ അത് ആ റെസ്പോൺസീവ് ടൈപ്പ് ഓഫ് ബിസിനസ് എന്നുള്ളൊരു കൺസെപ്റ്റും നമ്മുടെ സപ്ലൈ ചെയിനെ എന്നുള്ളൊരു ടെക്നിക്ക് ഫോം ചെയ്യാനായിട്ട് ഒരു ഡ്രൈവിംഗ് ഫോഴ്സായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് നമുക്കറിയാവുന്നൊരു ഫാക്ടറാണ് ഗ്ലോബലൈസേഷൻ. ലോകമെമ്പാടുമുള്ള നമ്മളുടെ ആൾക്കാരെയൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം നമ്മുടെ IT നമുക്ക് വേണ്ടി ഫോം ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണ്ട കസ്റ്റമേഴ്സോ നമുക്ക് വേണ്ട നമ്മുടെ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിലുള്ള മറ്റുള്ള കമ്പണൻസ് അല്ലെങ്കിൽ പാർട്ടിസിപ്പൻസോ ലോകത്തുള്ള എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ഫോം ചെയ്യാം. ഇത് ഗ്ലോബലൈസേഷനാണ്. സോ ഗ്ലോബലൈസേഷൻ ഹാസ് ഓപ്പൺഡ് ദ ഡോർസ് ഓഫ് എക്കണോമീസ് ഫോർ foreign businessmen and has proved opportunities from firms to expand the market for their products. നമ്മളുടെ മാർക്കറ്റിനെ ഫുൾ ഗ്ലോബിലേക്ക് ഇത് നമ്മളുടെ വേൾഡിലേക്ക് സ്പ്രെഡ് ചെയ്യാനായിട്ട് ഈ പറയുന്ന IT-യുടെ സപ്പോർട്ടോടുകൂടി നമുക്ക് സാധ്യമായിട്ടുണ്ട്. മോറോവർ ഇൻ്റർനാഷണൽ കോമ്പറ്റീഷൻ ഫോഴ്സ്ഡ് SCM ബിസിനസ് ടു അക്വയർ മോർ കോമ്പറ്റേറ്റീവ് എബിലിറ്റി. നമ്മൾ ഗ്ലോബലായിട്ട് മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത് ഫുൾ വേൾഡിനെ തന്നെ ഒറ്റൊരു മാർക്കറ്റായിട്ട് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻ്റർനാഷണൽ കോമ്പറ്റീഷനാണ് ഫേസ് ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ കോമ്പറ്റേറ്റീവ് സ്ട്രെങ്ത്തും ഇമ്പ്രൂവ് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഗ്ലോബലൈസേഷനും എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളുടെ ഈ പറയുന്ന സപ്ലൈ ചെയിൻ ബിസിനസ്സിനെ ഇവോൾവ് ചെയ്യാനുള്ള ഒരു ഡ്രൈവിംഗ് ഫാക്ടറായിട്ട് ഫോം ചെയ്തു. ഓക്കെ, നമ്മളുടെ സപ്ലൈ ചെയിൻ ബിസിനസ്സിൻ്റെ അതിൻ്റെ ഇവല്യൂഷൻ്റെ ഡ്രൈവിംഗ് ഫോഴ്സ് ഏതൊക്കെയാണെന്നാണ് കണ്ടുകൊണ്ടിരുന്നത്. അതിൻ്റെ ലാസ്റ്റ് ഡ്രൈവിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ ഫാക്ടർ എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റീവ് മാനേജ്മെൻറ്റാണ്. അതായത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മളുടെ പല ഡിഫറെൻറ്റ് ഓർഗനൈസേഷൻസിനെയും ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് ഏകോപിപ്പിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇപ്പം നമ്മൾ പറഞ്ഞു സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ബിസിനസ്സിൽ ഒരുപാട് ഇൻഡിവിജ്വൽ ഓർഗനൈസേഷൻസ് ഒരുമിച്ച് ചേർന്നാണ് ആ ബിസിനസ് റൺ ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ സഹായത്തോടു കൂടിയിട്ടും ഗ്ലോബലൈസേഷൻ്റെ ഫലമായിട്ടും ഈ പറയുന്ന ഇൻഡിവിജ്വൽ ഓർഗനൈസേഷൻസ് ലോകത്ത് പല ഭാഗത്തുമായിരിക്കും നിലകൊള്ളുന്നത്. ഇവരെ നമുക്ക് ഏകോപിപ്പിക്കാനായിട്ട് വളരെ സുലഭമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അതിനെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റീവ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സപ്ലൈ ചെയിനിൽ ഇത്തരത്തിൽ നമ്മളുടെ പല ഇൻഡിവിജ്വൽ ഓർഗനൈസേഷൻസിനെയും ഒരു നല്ല ഒരു കോർഡിനേഷനോട് കൂടിയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അവരെല്ലാം ഒത്തൊരുമിച്ച് വർക്ക് ചെയ്ത് കോസ്റ്റ് മിനിമൈസ് ചെയ്ത് പ്രോഫിറ്റ് മാക്സിമം ആക്കാനുള്ള ശ്രമത്തിലൂടെ നല്ല സപ്ലൈ ചെയിൻ ബിസിനസ് നടത്തുന്നു. അപ്പോൾ ഇൻ്റഗ്രേറ്റീവ് മാനേജ്മെൻറ്റും സപ്ലൈ ചെയിൻ ബിസിനസ് ഇവോൾവ് ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ഫോഴ്സാണ്. അപ്പോൾ 5 ഡ്രൈവിംഗ് ഫോഴ്സാണ് നമ്മൾ കണ്ടത്. ഇനി നെക്സ്റ്റ് ഒരു ടോപ്പിക്ക് നമുക്കിനി ഇപ്പോൾ ഈ ഒരു സെഷനിൽ നോക്കാനുള്ളത് ഇതാണ്, നമ്മളുടെ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ പെർഫോമൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഡ്രൈവേഴ്സ് ഓഫ് സപ്ലൈ ചെയിൻ അങ്ങനെ ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ പാടില്ല. ഇവല്യൂഷനെ സപ്പോർട്ട് ചെയ്ത ഫോഴ്സിങ് ഡ്രൈവേഴ്സ് ആരൊക്കെയാണ്, പിന്നെ നമ്മളുടെ പെർഫോമൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഡ്രൈവേഴ്സ് ഓഫ് സപ്ലൈ ചെയിൻ ഏതാണ്. അപ്പം ഡ്രൈവിംഗ് ഫോഴ്സ് വേറെയുണ്ട്, ഡ്രൈവേഴ്സ് വേറെയുണ്ട്. ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇവാല്യൂഷന് സഹായിച്ചത്, എങ്ങനെ സപ്ലൈ ചെയ്യുന്നുള്ള കൺസെപ്റ്റ് ഉത്ഭവിച്ചു അതിനെക്കുറിച്ച് പറയുന്നതാണ്. അതേസമയം ഡ്രൈവേഴ്സ് ഓഫ് സപ്ലൈ ചെയിൻ എന്ന് വെച്ചാൽ നമ്മുടെ സപ്ലൈ ചെയിൻ്റെ പെർഫോമൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സപ്ലൈ ചെയിൻ ബിസിനസ്സിൻ്റെ പെർഫോമൻസിനെ 2 ആസ്പെക്ട്സ് കൊണ്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഒന്ന് റെസ്പോൺസീവ്നെസ്സും രണ്ടാമത് കോസ്റ്റുമാണ്. റെസ്പോൺസീവ്നെസ് എന്ന് വെച്ചാൽ എത്ര ഫാസ്റ്റായിട്ട് നമ്മൾ കസ്റ്റമറുടെ ഓർഡറിനെ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നു, അത് എത്ര ഫാസ്റ്റായിട്ട് ക്വിക്കായിട്ടും സാറ്റിസ്ഫാക്ടറി ആയിട്ടുമാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എത്ര ഹൈ ലെവലിൽ റെസ്പോണ്ട് ചെയ്യുന്നോ അതനുസരിച്ചാണ് കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുക. ഇപ്പോൾ നമ്മൾ ഒരു സപ്ലൈ ചെയിൻ ബിസിനസ് ഓൺലൈനായിട്ട് ചെയ്യുകയാണെങ്കിൽ ലോകത്ത് പല ഭാഗത്തുമുള്ള കസ്റ്റമേഴ്സ് നമ്മളുടെ സൈറ്റിൽ കയറി നമ്മളടുത്ത് ഓർഡർ പ്ലേസ് ചെയ്യുന്നുണ്ടാവും. ഈ സൈറ്റിൽ കയറി പല സമയത്തായിട്ട് ഓർഡർ ചെയ്യുന്ന എല്ലാ ഓർഡേഴ്സും എത്ര ക്വിക്കായിട്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നു, ആ റെസ്പോൺസീവ്നെസ് കൂടുന്നതനുസരിച്ചാണ് കസ്റ്റമേഴ്സിന് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുക. ഓക്കെ, സോ റെസ്പോൺസീവ്നെസ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റും പിന്നെ കോസ്റ്റ്. നമുക്കറിയാം നമ്മളുടെ എല്ലാ പാർട്ടിസിപ്പൻസും സപ്ലൈ ചെയിനിൽ എല്ലാവരും കൂടി ശ്രമിച്ചിട്ട് കസ്റ്റമറിന് പ്രോഡക്റ്റ്
ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ ആയിട്ടുള്ള ലെവലിൽ നല്ല ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ആ രീതി ശ്രമിക്കുമ്പോൾ എവിടെയൊക്കെ എങ്ങനെയൊക്കെയാണ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളത് കണ്ടിട്ട് അവർ കോസ്റ്റ് മിനിമൈസ് ചെയ്ത് അവരുടെ പ്രോഫിറ്റബിലിറ്റി കൂട്ടാൻ കൂടി ശ്രമിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ലോ കോസ്റ്റ്, അപ്പം ഹൈ റെസ്പോൺസ് ലോ കോസ്റ്റ് എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് നമ്മളുടെ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് പെർഫോം ചെയ്യുന്നത്. ഇത് പല ഫാക്ടേഴ്സിലും പല രീതിയിലാണ്. അപ്പോൾ ഇങ്ങനെ ഹൈ റെസ്പോൺസ് ലോ കോസ്റ്റ് എന്നുള്ള ഒരു ഐഡിയൽ സിറ്റുവേഷൻസിൽ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഓരോ ഫാക്ടേഴ്സ് എങ്ങനെയൊക്കെയാണ് ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് സ്ലൈഡിൽ പറയാൻ പോകുന്നത്. ഓക്കെ. Normally, to increase the level of responsiveness, the firm will incur additional cost. Similarly, to decrease the cost to the low level, the firm have to reduce the level of responsiveness. So, it is difficult to achieve a high level of responsiveness and low level of cost. അപ്പോൾ ഒരു ഐഡിയൽ കണ്ടീഷനാണ് ഇവിടെ പറയുന്നത്. നോർമലായിട്ട് to increase the level of responsiveness, the firm will incur additional cost. ഇപ്പോൾ നമ്മൾ ലോകത്ത് പല ഭാഗത്തു നിന്നും, ഇപ്പോൾ നമ്മളൊരു ഓൺലൈൻ ബിസിനസ് ചെയ്യുന്ന ഒരു സപ്ലൈ ചെയിൻ ബിസിനസ്സാണെന്ന് വിചാരിക്കട്ടെ, നമ്മൾ ലോകത്ത് എമ്പാടുള്ള കസ്റ്റമേഴ്സ് ആയിരിക്കും നമ്മുടെ സൈറ്റിൽ കയറിയിട്ട് എന്ത് ചെയ്യുന്നത്, ഓർഡർ പ്ലേസ് ചെയ്യുന്നത്. ഇവരെല്ലാം ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ തന്നെ ഡിലേ ഇല്ലാതെ തന്നെ നമ്മൾ റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ അതനുസരിച്ചുള്ള നമ്മളെ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ടെക്നിക്സ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. അത് എക്സ്പെൻസീവാണ്. അതാണ് പറഞ്ഞത്, ടു ഇൻക്രീസ് ദ ലെവൽ ഓഫ് റെസ്പോൺസീവ്നെസ് ദ ഫേം വിൽ ഇൻകർ അഡീഷണൽ കോസ്റ്റ്. Similarly, to decrease the cost to low level, the firm have to reduce the level of responsiveness. ഇപ്പോൾ കോസ്റ്റ് കുറയ്ക്കണമെങ്കിൽ എന്താണ്, സ്വാഭാവികമായിട്ട് റെസ്പോൺസ് കുറഞ്ഞാൽ കോസ്റ്റ് കുറയും അല്ലേ. അപ്പോൾ റെസ്പോൺസ് കുറയ്ക്കേണ്ടി വരും. പക്ഷെ അത് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കി തരുന്നില്ല. ഈ രണ്ട് കണ്ടീഷൻസും പ്രോഫിറ്റ് ഉണ്ടാക്കി തരുന്നില്ല അല്ലേ. ദറ്റ് മീൻസ് റെസ്പോൺസ് ലെവൽ കൂട്ടണമെങ്കിൽ പുതിയ ടെക്നോളജീസ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണം. അതപ്പോൾ കോസ്റ്റ് കൂടുതലാണ്, അത് നമുക്ക് സ്വീകാര്യമല്ല. അതുപോലെ തന്നെ കോസ്റ്റ് കുറയ്ക്കാൻ ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് റെസ്പോൺസ് കുറയ്ക്കണം, അത് നമുക്ക് സ്വീകാര്യമല്ല. സോ ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു അച്ചീവ്. അപ്പോൾ നമുക്ക് വേണ്ട ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഹൈ ലെവൽ ഓഫ് റെസ്പോൺസ് ആൻഡ് ലോ ലെവൽ ഓഫ് കോസ്റ്റാണ്. ഇതൊരു ഐഡിയൽ കണ്ടീഷനാണ്. നമുക്കത് അത്ര പെർഫെക്റ്റായിട്ട് മീറ്റ് ചെയ്യാൻ പറ്റില്ല. The performance of supply chain in terms of responsiveness and cost can be made ideal by adjusting the factors which influence the responsiveness and cost. അതായത് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഒരു ഐഡിയൽ കണ്ടീഷൻ എന്താണ്? ഐഡിയൽ കണ്ടീഷൻ നമുക്ക് കൂടുതൽ റെസ്പോൺസ് വരണം, കോസ്റ്റ് കുറയണം എന്നുള്ള ഒരു ഐഡിയൽ കണ്ടീഷൻ നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് ഈ പറയുന്ന ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ആ രീതിയിലുള്ള ഫാക്ടേഴ്സ്, അതാണ് നമ്മുടെ ഡ്രൈവിംഗ് ഫാക്ടേഴ്സ് for the performance of supply chain. അതിൽ ആദ്യം വരുന്നത് ലൊക്കേഷനാണ്. ദ എഫിഷ്യൻസി ഓഫ് എ സപ്ലൈ ചെയിൻ ഡിപ്പെൻഡ്സ് ഓൺ ദ പ്ലേസ് വെയർ ഇറ്റ്സ് ആക്ടിവിറ്റീസ് ആർ ലൊക്കേറ്റഡ്. The two main locations are related to manufacturer and storing. It can be centralized or decentralized according to the type of business. ഇപ്പോൾ നമ്മുടെ സപ്ലൈ ചെയിനിൽ ഒരുപാട് പാർട്ടിസിപ്പൻസ് വരുന്നുണ്ട്. അതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലൊക്കേഷൻ നോക്കേണ്ടത് രണ്ട് ആൾക്കാരുടെയാണ്. ഒന്ന് നമ്മുടെ മാനുഫാക്ചറുടെ ലൊക്കേഷൻ, രണ്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ലൊക്കേഷൻ. ഇതും നമുക്ക് നമ്മളുടെ ബിസിനസ്സിൻ്റെ നേച്ചർ അനുസരിച്ച് സെൻട്രലൈസ്ഡ് ആയിട്ട് എല്ലാവർക്കും ഒരേപോലെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സെൻട്രലൈസ്ഡ് ആക്കുകയോ അല്ലെങ്കിൽ നമുക്ക് ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് പല സ്ഥലത്തും പല മാനുഫാക്ചർ യൂണിറ്റ്സ് ബ്രാഞ്ചസ് ആയിട്ട് വെച്ച് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറിങ് വെക്കുകയോ നമുക്ക് ചെയ്യാം. ഓക്കെ, സോ അതാണ് ലൊക്കേഷൻ. അപ്പോൾ അവിടെ ആ രീതിയിൽ അത് നമുക്കിപ്പോൾ കൃത്യമായിട്ട് ഇന്നത് ഇങ്ങനെ വെക്കണം എന്ന് പറയാൻ പറ്റില്ല. അത് ഓരോ ബിസിനസ് അനുസരിച്ചിട്ടാണ്. ചിലപ്പോൾ സെൻട്രലൈസ്ഡ് ആവാം, ചിലപ്പോൾ ഡീസെൻട്രലൈസ്ഡ് ആവാം. ഓക്കെ, സോ നമ്മുടെ മാനുഫാക്ചറുടെ ലൊക്കേഷനും നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സ്റ്റോറിൻ്റെ ലൊക്കേഷനും നമ്മൾ എന്ത് ചെയ്യാം, ഹൈ ലെവൽ റെസ്പോൺസ് കിട്ടുന്ന രീതിയിലും ലോ കോസ്റ്റ് വരുന്ന രീതിയിലും നമുക്ക് സെൻട്രലൈസ്ഡോ ഡീസെൻട്രലൈസ്ഡോ ആ ബിസിനസ്സിൻ്റെ നേച്ചർ അനുസരിച്ച് ആക്കാം. ഓക്കെ, അതാണ് ആദ്യത്തെ ഫാക്ടർ, ഡ്രൈവിംഗ് ഫാക്ടർ. സെക്കൻഡ് ഫാക്ടർ എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷനാണ്. എന്താണ്? ട്രാൻസ്പോർട്ടേഷൻ മൂവ്സ് ദ ഇൻവെൻട്രി ത്രൂ ഔട്ട് ദ സപ്ലൈ ചെയിൻ ഫ്രം ദ സപ്ലയർ ടു ദ customer. The quick movement reduces the supply chain time and improves the quality of customer service. The inventory can be transported through several combinations of modes and routes. The combinations can be formed according to the appropriate requirements. നമുക്ക് പല ഡിഫറെൻറ്റ് ട്രാൻസ്പോർട്ടേഷൻ മോഡ്സ് ഉണ്ട്. റോഡ്വേസ് ഉണ്ട്, എയർവേസ് ഉണ്ട്, വാട്ടർവേസ് ഉണ്ട് അല്ലേ. ഇനി ഇതിൽ തന്നെ ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാവും. പല
കോമ്പിനേഷൻസ് ഉണ്ടാവും. അപ്പോൾ ആ കോമ്പിനേഷൻസൊക്കെ വെച്ചുകൊണ്ട് ഉചിതമായിട്ടുള്ള രീതിയിൽ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ ഫിക്സ് ചെയ്ത് അതിൽ ഹൈലി റെസ്പോൺസ് ലോ ലെവൽ കോസ്റ്റ് വരുന്ന രീതിയിലേക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ട്രാൻസ്പോർട്ടേഷൻ അല്ലേ. ഇപ്പോൾ കുറച്ച് ദൂരം നമ്മൾ ചിലപ്പോൾ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നോക്കുന്നത് റോഡ് വേസ് ട്രാൻസ്പോർട്ടേഷൻ ആയിരിക്കും. അത് കഴിഞ്ഞ് കുറച്ചുകൂടി ഇഫക്റ്റീവായിട്ട് നമുക്ക് വാട്ടർ വേസോ അല്ലെങ്കിൽ എയർ വേസോ ചൂസ് ചെയ്യാം. ഓക്കെ, സോ ട്രാൻസ്പോർട്ടേഷൻ രണ്ടാമത്തെ ഒരു ഫാക്ടറാണ്. ഹലോ, നമ്മളുടെ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ പെർഫോമൻസ് ഹൈ റെസ്പോൺസീവ്നെസ്സും ലോ കോസ്റ്റ് വെച്ചുകൊണ്ട് ഈ പറയുന്ന ലൊക്കേഷൻ എന്നുള്ള ഫാക്ടേഴ്സിൽ അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ ഫാക്ടേഴ്സിലൊക്കെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു എന്നുള്ളത് നമ്മൾ കണ്ടു. ഇനി അടുത്ത കുറച്ച് ഫാക്ടേഴ്സിൽ എങ്ങനെയൊക്കെയാണെന്നുള്ളത് കാണാം. നെക്സ്റ്റ് വരുന്ന ഫാക്ടറാണ് ഇൻവെൻട്രി ലെവൽ. ഈ കോസ്റ്റിൻ്റെ കാര്യം എടുത്ത് നോക്കുമ്പം ഒരുവിധം കോസ്റ്റ് നമുക്ക് ഇൻവെൻട്രിയിൽ വരാറുണ്ട്. അപ്പം അവിടെ ആ ഇൻവെൻട്രിയിൽ അത്തരത്തിൽ വരുന്ന കോസ്റ്റ് റെഡ്യൂസ് ചെയ്തുകൊണ്ട് ഹൈ റെസ്പോൺസീവ്നെസ്സിനെ ബേസ് ചെയ്ത് എങ്ങനെ നമുക്ക് പെർഫോം ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇപ്പം നമ്മൾ ഇൻവെൻട്രിയിൽ റോ മെറ്റീരിയൽസ്, വർക്ക് ഇൻ പ്രോഗ്രസ് ഗുഡ്സ്, ഫിനിഷ് ഗുഡ്സ് ഇതെല്ലാം നമ്മൾ ഇൻവെൻട്രിയിൽ സ്റ്റോർ ചെയ്യാറുണ്ട്. പക്ഷേ ഈ സ്റ്റോർ ചെയ്യുന്നതിന് നമ്മൾ എത്ര കണ്ട് കൂടുതൽ സ്റ്റോർ ചെയ്യുന്നുവോ അതനുസരിച്ച് നമ്മുടെ ഇൻവെൻട്രി കോസ്റ്റ് കൂടുക ചെയ്യുക. അപ്പം ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് അനാലിസിസ് ടെക്നിക്സൊക്കെ ഉണ്ട്, നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട്. സോ ആ ടെക്നിക്സൊക്കെ വെച്ചുകൊണ്ട് ചില ഇൻവെൻട്രീസ് നമ്മൾ വളരെ ഷോർട്ട് പീരീഡിലേക്ക് ആക്കും. ചില ഇൻവെൻട്രീസ് മാത്രമേ നമ്മൾ കൂടുതൽ സെക്യൂർഡായിട്ട് ഇൻവെൻട്രി സ്റ്റോക്ക് വെക്കുകയുള്ളൂ. ചിലത് നമ്മൾ തീരെ സ്റ്റോക്ക് വെക്കില്ല, നേരിട്ടങ്ങ് പ്രോസസ്സ് ചെയ്യാനുള്ള രീതിയിൽ ഉപയോഗിക്കാം. അപ്പോൾ ആ രീതിയിലൊക്കെ നമുക്ക് പ്ലാൻ ചെയ്തുകൊണ്ട് നമുക്ക് ഇൻവെൻട്രി കോസ്റ്റ് മിനിമൈസ് ചെയ്ത് കൂടുതൽ ഹൈ റെസ്പോൺസീവ്നെസ് എന്നുള്ള ഒരു കൺസെപ്റ്റിലൂടെ നമുക്ക് ആ ഇൻവെൻട്രി ലെവലിൽ ആ SCM പെർഫോം ചെയ്യാം. പിന്നെ വരുന്നതാണ് സോഴ്സിങ് ഓഫ് ആക്ടിവിറ്റീസ്. ഇപ്പോഴത്തെ ഒരു പുതിയ ഒരു ട്രെൻഡ് ഇതാണ്. നമുക്ക് എല്ലാ ബിസിനസ്സിലും ഔട്ട്സോഴ്സ് ചെയ്യാൻ പറ്റും. എന്താണ് ഈ ഔട്ട്സോഴ്സിങ്? ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം ഞാനൊരു ഹോട്ടൽ റൺ ചെയ്യുന്നൊരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. എൻ്റെ ഹോട്ടലിൽ എനിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്ക് ലഞ്ചും വൈകിട്ട് ഡിന്നറും പ്രൊവൈഡ് ചെയ്യണം. എനിക്ക് ആകെ കുറച്ച് എംപ്ലോയീസേ ഉള്ളൂ. അപ്പോൾ ഇവർക്ക് നല്ല രീതിയിൽ ടൈം കൺസ്യൂം ചെയ്തിട്ട് ഉച്ചത്തെ ഫുഡ് മാത്രമാണ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അവർക്ക് ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഔട്ട്സോഴ്സ് ചെയ്യാണ്. എൻ്റെ നിയർ ബൈ ഉള്ള ചില വീടുകളിൽ ഹോംലി ഫുഡ്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഇഡ്ഡലി, ദോശ, അപ്പം, അങ്ങനെയുള്ള ഐറ്റംസ് വിത്ത് കറി എല്ലാം കൊണ്ടുവന്ന് സപ്ലൈ ചെയ്യുകയാണ്. അപ്പം ഞാനത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ഞാൻ എൻ്റെ ഹോട്ടലിൽ മറിച്ച് വെക്കുകയാണ്, ഔട്ട്സോഴ്സിങ്. അതുപോലെ തന്നെ ഡിന്നർ, ചപ്പാത്തി, പൂരി അല്ലെങ്കിൽ പൊറോട്ട കറികളൊക്കെയും ഇതുപോലെ തന്നെ വീടുകളിൽ നിന്ന് ഹോംലി ഫുഡായിട്ട് എൻ്റെ ഹോട്ടലിൽ എത്തിക്കുകയാണ്. അപ്പോൾ ഞാനത് വാങ്ങിച്ച് മറിച്ച് വയ്ക്കുക. അപ്പോൾ എനിക്ക് എൻ്റെ ലേബർ ചാർജ് കുറയാണ്, കോസ്റ്റ് റിഡക്ഷൻ വന്നു. ഓക്കെ, പിന്നെ ക്വാളിറ്റി നല്ലതാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് റെസ്പോൺസീവ്നെസ്, നമ്മളുടെ ഹോട്ടലിൽ ഉണ്ടാക്കാത്തൊരു സാധനം വന്ന് ചോദിച്ചാൽ എനിക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, സോ ആ രീതിയിൽ ആ ഒരു സോഴ്സ് ഓഫ് ആക്ടിവിറ്റീസ്, ഔട്ട്സോഴ്സിങ് ഓഫ് ആക്ടിവിറ്റീസ് എല്ലാ ബിസിനസ്സിനും സാധ്യമാണ്. ഇപ്പോൾ ഒരു ബിസിനസ് ഫീൽഡിൽ എടുക്കുകയാണ്. ഇപ്പോൾ ഞാനൊരു അഡ്വർടൈസിങ് ഏജൻസിയാണെന്നിരിക്കട്ടെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഏജൻസിയിൽ എനിക്ക് ഇപ്പോൾ ന്യൂസ് പേപ്പർ ആഡ് അല്ലെങ്കിൽ മാഗസീൻ ആഡ് അങ്ങനത്തെയൊക്കെ ഫുള്ളി ഡിസൈൻ ചെയ്ത് അത് പബ്ലിഷ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉള്ളൂ. പക്ഷേ അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പല ഡിഫറെൻറ്റ് അഡ്വർടൈസ്മെൻറ്റ്സ് ഉണ്ട് അല്ലേ. TV അഡ്വർടൈസ്മെൻറ്റ്സ് ഉണ്ട്, റേഡിയോ അഡ്വർടൈസ്മെൻറ്റ്സ് ഉണ്ട്, ഔട്ട്ഡോർ അഡ്വർടൈസ്മെൻറ്റ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രൊമോഷണൽ അഡ്വർടൈസിങ് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ ഒരു ന്യൂസ് പേപ്പറിൽ ആഡ് കൊടുക്കാൻ വന്ന ഒരു ക്ലയൻറ്റിന് TVയിലും റേഡിയോയിലും അതുപോലെ ഔട്ട്ഡോർ അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ വേണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി വേറെ ഏജൻസീനെ അവർക്ക് സമീപിക്കാൻ പറ്റില്ല. അപ്പോൾ എന്നോട് പറയുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ക്ലയൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ ഔട്ട്സോഴ്സ് ചെയ്യാണ്. ഓക്കെ, സോ ആ രീതിയിൽ ഔട്ട്സോഴ്സ് ചെയ്യുമ്പോൾ എന്താണ്, എനിക്കൊരു ചെറിയ ബെനിഫിറ്റ് കിട്ടി. അപ്പം കൂടുതൽ എഫേർട്ട് എനിക്ക് ഇടേണ്ട ആവശ്യം വരുന്നില്ല. നല്ല എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരത് ചെയ്തു തരുന്നു. അപ്പം ക്വിക്കായിട്ട് എനിക്ക് എൻ്റെ അടുത്ത് ഇല്ലാത്തതും എനിക്ക് കസ്റ്റമറിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നു. സോ അതുപോലെ തന്നെ സപ്ലൈ ചെയിനിലുള്ള എല്ലാ
പാർട്ടിസിപ്പൻസും അല്ലേ, അവർ ഇൻ്റഗ്രേറ്റ് ചെയ്ത് എന്താണ് ഔട്ട്സോഴ്സിംഗ് ആയിട്ട് നമ്മളുടെ ബിസിനസ്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമ്മുടെ കസ്റ്റമേഴ്സിന് നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് സർവീസ് ചെയ്യുന്നു. ഓക്കെ, സോ ആ രീതിയിലാണ്. അപ്പോൾ ആ ഔട്ട്സോഴ്സിങ്ങും എന്ത് ചെയ്യുന്നുണ്ട്, ഹൈ റെസ്പോൺസീവായിട്ട് ലോ കോസ്റ്റിൽ നമ്മളുടെ സപ്ലൈ ചെയിന് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇൻഫർമേഷൻ അവൈലബിലിറ്റി. ഇപ്പോഴത്തെ ഇൻഫർമേഷൻ ടെക്നോളജി അനുസരിച്ച് നമുക്ക് എത്ര കൂടുതൽ ഇൻഫർമേഷൻസും എപ്പോൾ വേണമെങ്കിലും കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മളുടെ സപ്ലൈ ചെയിൻ്റെ എഫിഷ്യൻസിനെ കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മളുടെ കസ്റ്റമറിൻ്റെ ഡിമാൻഡ്, നമ്മുടെ മാർക്കറ്റിങ്ങിൻ്റെ മാർക്കറ്റ് സപ്ലൈ എന്താണ്, സോഴ്സസ് ഓഫ് സപ്ലൈ, പിന്നെ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ്റെ മോഡ് ഏതൊക്കെയാണ്, കോമ്പറ്റേറ്റീവ് പ്രോഡക്റ്റ്സ് ഏതൊക്കെയാണ്, മാർക്കറ്റിൽ പ്രൈസ് എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസ് നമുക്ക് വളരെ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് പ്രോപ്പർ ടൈമിൽ വളരെ ക്വിക്കായിട്ടുള്ള ഡിസിഷൻസ് എടുത്തുകൊണ്ട് നമ്മുടെ പെർഫോമൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നതാണ്. ഹൈ റെസ്പോൺസീവ്നെസ്, ലോ കോസ്റ്റ് എന്നുള്ള രീതിയിൽ ഇൻഫർമേഷൻസ് അവൈലബിലിറ്റിയും നമ്മളെ നന്നായി പെർഫോം ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഫൈനലി വരുന്നതാണ് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത്. സാധാരണ നമുക്കറിയാം മാർക്കറ്റിങ്ങിൽ നമ്മൾ പ്രൈസിങ് കൊടുക്കുന്ന 2 രീതിയിലാണെന്ന് പറഞ്ഞു അല്ലേ, സ്കിമ്മിങ് പ്രൈസിങ്, പെനിട്രേറ്റിംഗ് പ്രൈസിങ് അല്ലേ, ഇതൊക്കെ നിങ്ങൾ മാർക്കറ്റിങ്ങിൽ പഠിച്ചിട്ടുണ്ടാവും. സ്കിമ്മിങ് പ്രൈസിംഗ് എന്ന് വെച്ചാൽ ഹൈ പ്രൈസ്, പെനിട്രേറ്റിംഗ് പ്രൈസ് എന്ന് വെച്ചാൽ ലോ പ്രൈസ് അല്ലേ. അപ്പം ആ കൺസെപ്റ്റൊന്നും നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ക്ലിയർ ഓഫ് ചെയ്യാം. നമ്മളൊരു കപ്പ് ഓഫ് മിൽക്ക്, അതിനൊരു എക്സാമ്പിൾ, നമ്മുടെ ടോട്ടൽ മാർക്കറ്റിന് ഒരു കപ്പ് ഓഫ് മിൽക്കായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആ മിൽക്കിൻ്റെ മുകളിൽ ക്രീം ഉണ്ടാവും, അത് ക്രീമി ലെയർ. അതാണ് നമ്മളുടെ പ്രോസ്പെക്റ്റീവായിട്ടുള്ള കസ്റ്റമേഴ്സ്, അവർക്ക് പേ ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതലാണ്. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു പുതിയ മോഡൽ സ്മാർട്ട് ഫോൺ മാർക്കറ്റിൽ വന്നു, എന്ത് വില കൊടുത്തും വാങ്ങിക്കാനും പറ്റുന്ന കസ്റ്റമേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് പ്രൈസ് ഹൈ ആണ്. അപ്പോൾ അതാണ് സ്കിമ്മിങ് പ്രൈസ്. സോ ഒരുവിധം അങ്ങനത്തെ എല്ലാ ക്രീമി ലെയറിലുള്ള കസ്റ്റമേഴ്സ് എല്ലാം നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങിച്ച് കഴിയുമ്പോഴേക്കും പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഫെമിലിയറായി. അപ്പോഴേക്കും ഇനി കൂടുതൽ കസ്റ്റമേഴ്സ് ഈ ഹൈ പ്രൈസിൽ ഈ പ്രോഡക്റ്റ് വാങ്ങിക്കില്ല എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പ്രൈസ് കുറയ്ക്കും. കാരണം ഈ ക്രീമി ലെയർ ചെറിയ ലെയറാണ്, ബാക്കി മെജോറിറ്റി ലെയർ നോൺ ക്രീമി ലെയറാണ്, നമ്മളുടെ കൂടുതൽ പേ ചെയ്യാൻ കപ്പാസിറ്റി ഇല്ലാത്ത കസ്റ്റമേഴ്സാണ്. അപ്പം സ്വാഭാവികമായിട്ട് പ്രൈസ് കുറയ്ക്കുമ്പോൾ എന്തായി, ഈ ചെറിയ രീതിയിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന കസ്റ്റമേഴ്സ് അത് വന്ന് വാങ്ങിക്കുന്നു. അപ്പോൾ അങ്ങനെ ആ ഹോൾ മാർക്കറ്റിലേക്ക് പെനിട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൈസ് കുറച്ച് കൊടുക്കുക. സോ ഇങ്ങനെ സ്കിമ്മിങ് പ്രൈസിങ്ങും പെനിട്രേറ്റിംഗ് പ്രൈസിങ്ങും ഹൈ പ്രൈസിങ് ലോ പ്രൈസിങ് ഒക്കെ ഏതൊക്കെ മാർക്കറ്റ്സിൽ എങ്ങനെയൊക്കെ കൊടുത്താൽ സോ ദാറ്റ് ക്വിക്ക് റെസ്പോൺസ് ആൻഡ് ലോ കോസ്റ്റ് എന്നുള്ള രീതിയിൽ കൊടുക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ പ്രോഫിറ്റ് കൂട്ടുക, ടേൺ ഓവർ കൂട്ടുക, ഇത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, അങ്ങനെ നോക്കി നമ്മൾ എന്ത് ചെയ്യുന്നു, ആ രീതിയിൽ പെർഫോം ചെയ്യുന്നു. ഓക്കെ, സോ ഇങ്ങനെ 6 ഫാക്ടേഴ്സിൽ നമ്മളുടെ റെസ്പോൺസ് ഹൈ ആയിട്ടും കോസ്റ്റ് ലോ ആവുന്ന രീതിയിൽ ബാലൻസ് ചെയ്തുകൊണ്ട് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിന് പെർഫോം ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ അതൊക്കെയാണ് നമ്മുടെ സപ്ലൈ ചെയിൻ ബിസിനസ്സിൻ്റെ ഡ്രൈവിംഗ് ഫോഴ്സസ് ദാറ്റ് ഇൻഫ്ലുവൻസസ് ദ പെർഫോമൻസ്. ഓക്കെ, ഇനി ബാക്കി നമുക്ക് അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു.